എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കിടിലം വീഡിയോ ആണ് കേട്ടോ. ഒരു മുടിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മുടി നരയ്ക്കുന്നതും മുടി പൊഴിച്ചിലും താരനും അങ്ങനെ തുടങ്ങി മുടിയെക്കുറിച്ച് പറയുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേയും നല്ലൊരു പാക്കുമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഉലുവ ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയുടെ തോല് നല്ല ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മുരിങ്ങയില, അതിനോടൊപ്പം തന്നെ കുറച്ച് ചില കാര്യങ്ങൾ നമ്മൾ എടുക്കും. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഒരു പിടി മുരിങ്ങയിലയാണ്. മുരിങ്ങയില ആളത്ര നിസ്സാരക്കാരനല്ല. എടുക്കുന്ന ചേരുവകളൊന്നും തന്നെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇവയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അതിന് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. മെയിനായിട്ടുള്ള ചേരുവ കറിവേപ്പില മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കറിവേപ്പിലയുടെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാറുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കണക്ക് നമ്മുടെ മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് തക്കതായിട്ടുള്ള കാരണങ്ങൾ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ആഹാര കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം. അതിനോടൊപ്പം ഇങ്ങനത്തുള്ള പാക്കുകളും ഡൈകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ആ ഒരു 100% റിസൾട്ട് എന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങളും നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാൾക്കാണ് ഇത് കിട്ടുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ ഇങ്ങനത്തുള്ള ഒരു കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും റിസൾട്ട് കിട്ടണം എന്നില്ല. ഞവരയിലയും പനിക്കുറുക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ജലദോഷം, തുമ്മൽ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും മുടിയിലുണ്ടാവുന്ന ഒരുമാതിരിയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് പനിക്കുറുക്കയും ഞവരയിലയെന്ന് പറയാം. ഇതെല്ലാം നല്ല പോലെ നമ്മൾ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പോലെ അത് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ കൈ കിട്ടുമ്പോൾ അതിങ്ങനെ തവിട് പൊടിയായി കിട്ടണം. അതേ രീതിയിൽ വേണം കിട്ടാനും വേണ്ടി. ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ല പോലെ പൗഡർ രീതിയിൽ പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ചേർക്കാം. കരിഞ്ചീരകമൊക്കെ പോലുള്ളത് ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു പൊടിയെ നമുക്ക് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന പൊടികൾ പല രീതിയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഹെന്നയോ നീലാംബരിയോ ഒന്നും കൂടാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാക്കാണ് കേട്ടോ. ഒത്തിരി ഗുണകരമായിട്ടുള്ളൊരു പാക്കാണ്. അന്നേരം നമ്മൾ ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു 2 സ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടി നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു പൊടി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓയിൽ തയ്യാറാക്കാൻ പറ്റും, അതുപോലെ തന്നെ പാക്കുകൾ തയ്യാറാക്കാൻ പറ്റും. അന്നേരം ഒത്തിരി ഗുണകരമായിട്ടുള്ളൊരു പൗഡറാണ്. ഇത് കേടാവില്ല. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് പുറത്ത് വെച്ച് സൂക്ഷിക്കാം, കൊടുത്തു വിടാനും പറ്റും എന്നതാണ് കേട്ടോ. അത് കുറേയേറെ പിന്നെ മുരിങ്ങയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഞവരയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ പൗഡറാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്രദമാകുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു കുഞ്ഞു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇതിനെ നമുക്ക് ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം തയ്യാറാക്കാനും വേണ്ടി. ഇരുമ്പ് എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ മുടി കറുപ്പിക്കാനും വേണ്ടി ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇരുമ്പിൻ്റെ പാത്രമില്ല എങ്കിൽ ചെറിയൊരു കഷ്ണം ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സ്ലൈഡോ എന്തെങ്കിലും നമ്മൾ മിക്സ് ചെയ്തതിനകത്തോട്ട് ഇട്ട് വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ നമുക്കൊരു 5-6 മണിക്കൂറിന് ശേഷം നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് കേട്ടോ. അന്നേരം തലയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ തലയിൽ തേച്ചിട്ട് നോർമൽ വാട്ടറിൽ നമ്മൾ കഴുകിക്കളയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ താളി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഷാമ്പു ഉപയോഗിക്കരുത്. 2-3 ദിവസത്തിന് ശേഷം അധികം കെമിക്കൽ അടങ്ങിയിട്ടില്ലാത്ത ഷാമ്പു നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. വളരെ സിമ്പിളായിട്ട് മുടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ തൈരിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. നമ്മൾ എടുക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഒന്നിനൊന്നിനും മെച്ചമാണ് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അന്നേരം ഇനി രണ്ടാമത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ലൊരു കിടിലൻ താളിയാണ്. അത് നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. പേരയിലയുടെ തളിരില എടുക്കുന്നത്. അന്നേരം പേരയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഫേസ് പാക്കായിട്ടും അതുപോലെ തന്നെ ഹെയർ പാക്കായിട്ടും ഹെയർ ജെല്ലൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു തിളപ്പിച്ച വെള്ളം നമ്മുടെ തലയിലോട്ട് തേച്ച് കൊടുക്കുക. തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളൊരു നല്ല പാക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ മെയിനായിട്ട് പച്ച കളറുള്ള കാര്യങ്ങളാണ് കൂടുതലും ചേർക്കുന്നത് കേട്ടോ. കാര്യം നമ്മുടെ പേരയുടെ തളിരില, പിന്നെ മുരിങ്ങയില, പനിക്കൂർക്കയുടെ ഇല, തുളസിയില ഉണ്ടെങ്കിൽ തുളസിയിലയും ചേർക്കാവുന്നതാണ്. പിന്നെ ചെമ്പരത്തിയുടെ ഇല. ഇവ ഇത്രയാണ് ചേർക്കുന്നത്. ഇവയൊക്കെ എത്രത്തോളം ഗുണകരമാണ്. ആഴ്ചയിൽ ഒരു 1-2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണയോ ഒന്നിക്കൊന്നിരാടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ വെണ്ടയ്ക്ക,
ഒരെണ്ണം ഉണ്ടെങ്കിൽ എടുത്തുള്ളൂ. നമ്മൾ മുടിയെ നല്ല ഇവയെല്ലാം ചെയ്തിട്ട് നല്ലതായിട്ട് മുടിയൊന്ന് കഴുകുമ്പം ആ ഒരു തലമുടിയിലുണ്ടാകുന്ന മാറ്റം ശരിക്കും നിങ്ങളെ ഞെട്ടിക്കും കേട്ടോ. കാരണം താരൻ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുടിയുടെ ആ ഒരു നോർമലായിട്ടൊരു അവസ്ഥയിൽ നിന്ന് നല്ല സിൽക്കി ആയിട്ട് നല്ല ഷൈനി ആയിട്ട് കുറച്ചും കൂടി തിക്നെസ്സൊക്കെ നമ്മുടെ മുടിക്ക് തോന്നാൻ പറ്റുന്ന ഒരു കിടിലൻ പാക്കാണ് കേട്ടോ. ഇതിലേക്ക് തേയിലവെള്ളം, കഞ്ഞിവെള്ളം അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് മുടിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിക്കാതെ ഇത് തലയിൽ തേക്കരുത്. കാര്യം തരിതരിയായിട്ട് നമ്മുടെ തലമുടി മൊത്തം ഒഴിക്കുക. അത് പോകാൻ കുറച്ച് പാടാണ്. അന്നേരം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതിനെ അരിച്ചെടുക്കുക എന്നുള്ളത്. ഒരു തുണി ഉണ്ടെങ്കിൽ തുണിയിൽ അരിച്ചെടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ തലയിൽ നമുക്ക് തേക്കാവുന്നതാണ്. നല്ല ഇതായിട്ട് നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടാനും വേണ്ടി നല്ല കട്ട തൈര്, അതും പുളിയില്ലാത്തതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു പാക്കും നല്ലൊരു ഡൈയുമാണ് കേട്ടോ. തൈര് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും നല്ല കിടിലൻ കാര്യങ്ങളാണ്. തൈര് മാത്രമല്ല, ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ തൈര് തലമുടി തേക്കുമ്പം നോർമലായിട്ട് വെറുതെ തൈര് മാത്രം തലമുടിയിലും തേച്ചിട്ടൊന്ന് കഴുകി കളഞ്ഞുണ്ടല്ലോ, താരനും മാറും. മുടിയുടെ ആ ഒരു നോർമൽ രീതിയിൽ നിന്ന് നല്ല ഷൈനി ആയിട്ട് നമ്മുടെ മുടി കിടക്കുകയും ചെയ്യും. നല്ല സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും. ബ്യൂട്ടി പാർലറിൽ പോയൊന്നും നമ്മുടെ മുടി ശരിയാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് PCOD ഉണ്ട്, നല്ലപോലെ മുടി പൊഴിച്ചിലും ഈ പറയുന്ന താരനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മുടങ്ങാണ്ട് ചെയ്യുന്നത് കൊണ്ട് അതിനെ ഒരു 100% നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് എന്താണ് കുറവ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാര്യം വൈറ്റമിൻ ഡിയുടെ പ്രശ്നമുണ്ട്, നമുക്ക് ഉറക്കമില്ലായ്മയും നമുക്ക് അമിതമായിട്ടുണ്ടാകുന്ന ടെൻഷനും ഒക്കെ ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി പൊഴിച്ചിലിനും മുടി നരയ്ക്കുന്നതിനൊക്കെ കാരണങ്ങളാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളും ആഹാരത്തിൽ ക്രമീകരണങ്ങളും വരുത്തുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും 100% റിസൾട്ട് കിട്ടുമെന്ന് വീണ്ടും ഞാൻ പറയുന്നു. അതായത് നമ്മൾ ആ ഒരു ഹെയർ ഡൈ തയ്യാറായിട്ടുണ്ട്. നല്ല നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇത്. നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കാം. നരച്ച ഭാഗത്തോ അല്ലെങ്കിൽ തലമുടി മൊത്തമായിട്ടോ തേച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 1-2 മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. നല്ല റിസൾട്ട് കിട്ടും. താളയും അതുപോലെ കുളിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ തലയോട്ടിയിലും തലമുടിയിലും മൊത്തമായിട്ട് തേച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. എൻ്റെ മുടി മൊത്തമായിട്ട് നരച്ചൊരു വ്യക്തിയല്ല, അങ്ങിങ്ങാട്ട് നരച്ചതേ ഉള്ളൂ. കാരണം നമുക്ക് ഒത്തിരി ഒരു 60കളിലും 70കളിലൊക്കെ മുടി നരയ്ക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഒരു 30-ന് ശേഷം മുടി നരയ്ക്കുന്നത് നമുക്ക് തീർത്തും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്കും അങ്ങിങ്ങാട്ട് മുടി വന്നപ്പോൾ ആദ്യം നമ്മൾ പൊഴുത് കളയും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഡൈ വാങ്ങിച്ച് ഇതുവരെയും തേച്ചിട്ടില്ല കേട്ടോ. അത് മിക്ക ആൾക്കാരും പറയുന്നൊരു പ്രശ്നമാണ്, അലർജി പ്രശ്നം ഉണ്ടാകും. പിന്നെ നിലവിലുള്ള മുടിയെക്കെട്ടി കുറച്ചും കൂടെ നര വർദ്ധിക്കുന്നതല്ലാണ്ട് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കിളിർത്ത് വരുന്ന മുടിയും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് കറുപ്പോടെ കരുത്തോടെ വരുന്നൊരു മാറ്റം നമുക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വെച്ചാൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ആ ഒരു റിസൾട്ട് അനുഭവിക്കാൻ പറ്റും. അന്നേരം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.